വേനലിൽ വെന്തുരുകുന്നു. സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ഇന്ന് കനത്ത ചൂട് അനുഭവപ്പെടും. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ ഇടയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. 33 മുതൽ 36 ഡിഗ്രി വരെയാണ് ഈ ജില്ലകളിൽ സാധാരണ അനുഭവപ്പെടേണ്ട ചൂട്. പാലക്കാട്, കഞ്ചിക്കോട് മേഖലയിൽ പലയിടത്തും ഇന്നലെ കാട്ടുതീ പടർന്നു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ചൂടുയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. Line. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. പ്രസാദ്, എന്താണ് കനത്ത ചൂടാണ്, ഇനി വരും മണിക്കൂറുകളിൽ ഇതിനേക്കാളും ചൂടാവുമെന്നാണ് കാലാവസ്ഥാ പ്രവചനവും. എന്താണ് അവസ്ഥ പ്രസാദേ? ഗോപി, പാലക്കാട് കനത്ത ചൂട് തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ 42 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. മുണ്ടൂർ IRTC 42 ഡിഗ്രി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ മലമ്പുഴ, പട്ടാമ്പി എന്നിവിടങ്ങളിലെല്ലാം തന്നെ 39 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ പലയിടത്തും ഇപ്പോൾ ഇന്നലെ വാളയാറിൽ അവിടെ കാട്ടുതീ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അതോടൊപ്പം പലയിടങ്ങളിലും പാടങ്ങളിലും എല്ലാം തന്നെ തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ചെറിയൊരു കനൽ ഉണ്ടെങ്കിൽ പോലും വലിയ ആ മേഖല മുഴുവൻ കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വാളയാറിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തൊഴിൽ സ്ഥലങ്ങളിലെല്ലാം തന്നെ 11 മണിക്ക് ശേഷം 12 മണി മുതൽ 3 മണി വരെ അത് നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലെല്ലാം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് കർശനമായ രീതിയിൽ നടപ്പിലാക്കും എന്നാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പാലക്കാട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഈ മാർച്ചിലൊന്നും ഈ തുടക്കത്തിൽ ഇത്തരം അധികം ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ പാലക്കാട് പല മേഖലയിലും കനത്ത ചൂട് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസാദ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണക്കാറ്റുണ്ട്, താപനില ക്രമാതീതമായി ഉയരുന്നുമുണ്ട്. ഈ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയ തരിമതി ഒരുപാട് പ്രദേശം കത്തിപ്പോവാനും എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് എടുക്കേണ്ടത്? മാത്രമല്ല, ഈ കാറ്റുകൂടി വരുന്നതോടെ വീടിന് പുറത്ത് മാത്രമല്ല വീട്ടിനുള്ളിലും ഏറെ ജാഗ്രത പാലിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണ് ജനങ്ങൾക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ? ജനങ്ങൾക്ക് പൊതുവായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്, ഒന്ന്, തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് 12 മണി മുതൽ 3 മണി വരെ അവർക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ തുറസായ തൊഴിലുറപ്പ്, അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു സാഹചര്യത്തിലും ഈ ഒരു ഘട്ടത്തിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത്. അതോടൊപ്പം തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷന് വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കുക. സൂര്യതാപം എല്ലാം തന്നെ ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനെല്ലാം ഒഴിവാകാൻ പരമാവധി ഈ കനത്ത ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പരിശോധന എന്ന് പറയുന്നത് ഈ നിർമ്മാണ മേഖലയിലും അതോടൊപ്പം തന്നെ തുറസായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് പലപ്പോഴും ഈ കരാറുകാരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പുറത്ത് ഈ തുറസായ സ്ഥലങ്ങളിൽ നിർമ്മാണ മേഖലയിലെല്ലാം തന്നെ ജോലി നിർത്തിവെക്കുന്ന സാഹചര്യം വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ ഇടപെടൽ ഇതിന് ആവശ്യമാണ് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും തൊഴിലാളികൾക്ക് കാര്യം മുന്നോട്ട് വെക്കാനാവില്ല. 12 മണി മുതൽ 3 മണി വരെ ഞങ്ങൾക്ക് വിശ്രമം വേണം എന്നുള്ളത് പലയിടങ്ങളിലും തൊഴിലാളികൾ അത് ആവശ്യപ്പെട്ടാൽ പോലും പലയിടത്തും തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിർമ്മാണം
ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരോ അല്ലെങ്കിൽ ഏജൻസികളോ അത് കൃത്യമായി പാലിക്കും എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക. ഇപ്പോൾ തീ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയെങ്കിലും സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ അത്തരം ചെറിയ എടുത്ത് അശ്രദ്ധമായി വലിച്ചെറിയുക, ഇതെല്ലാം ഒരു വലിയ കാട്ടുതീയിലേക്കെല്ലാം തന്നെ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വാളയാർ മേഖലയിലും നമ്മൾ അത്തരത്തിലാണ് കാണുന്നത്. പലപ്പോഴും ഈ ഉണങ്ങിയ പുല്ലുകളെല്ലാം തന്നെ കത്തിച്ചു വരുന്നൊരു പ്രവണത പല സ്ഥലങ്ങളിലും ഉണ്ട്. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് അതെല്ലാം ചെയ്യാറുള്ളത്. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെയോ എല്ലാം തന്നെ പലരും ഇത് കൂടുതൽ സ്ഥലത്തേക്ക് പടരില്ല എന്ന് കരുതി അവിടെ ഉണങ്ങിയ പുല്ലുകൾ കത്തിച്ച് നിലമൊരുക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്താറുണ്ട്. പക്ഷേ അതേപോലും പലപ്പോഴും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അതീവ ശ്രദ്ധയോടുകൂടി വേണം അതെല്ലാം ചെയ്യുന്നത്. പരമാവധി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ മങ്കരയിൽ അവിടെ ഏക്കർ കണക്കിന് പാടം കത്തി നശിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അശ്രദ്ധമായ രീതിയിലാണ് ഈ ഒരു വലിയ കാട്ടുതീയും അല്ലെങ്കിൽ തീ പടരുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ആയി മാറുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത ആളുകൾ പാലിക്കണം. പ്രത്യേകിച്ച് സൂര്യാഘാതവും സൂര്യതാപമൊന്നും ഏൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കാട്ടുതീ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വേണം. കാരണം പലപ്പോഴും കാട്ടുതീ പടർന്നു കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിനെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് പലയിടത്തും തീ ഇപ്പം അവരുടെ പ്രധാന ഈ മേഖലയിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് തീ അണയ്ക്കുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്. അതായത് പലയിടങ്ങളിലും ഇത്തരം പാടങ്ങൾ, അതുപോലെ പൊതുസ്ഥലങ്ങൾ, വ്യവസായ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, അവിടെയെല്ലാം തന്നെ പലപ്പോഴും തീ പടരുന്നുണ്ട്. അപ്പോൾ അത് അണയ്ക്കുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ട് അപ്പോൾ വെള്ളം കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫയർഫോഴ്സ് ഓഫീസർമാരുമായി സംസാരിച്ചപ്പോൾ പലയിടത്തുനിന്നും ഓടിയെത്താനും അതുപോലെ തന്നെ വെള്ളം അസുഖമായി ലഭ്യമാക്കാനും തന്നെ ചില പ്രയാസങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത ജനങ്ങൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി. Line. തിരുവനന്തപുരം തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ച സുരേഷിനെ മർദ്ദിച്ചിട്ടുന്നില്ലെന്ന പോലീസ് വാദത്തിൽ അന്വേഷണം ആവശ്യമാണ്. മരണകാരണം ഹൃദയാഘാതമാണെങ്കിലും ചതവുകളിൽ അന്വേഷണം വേണമെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത്. ശരീരത്തിലെ ചതവുകൾ ഹൃദ്രോഗം വർദ്ധിപ്പിച്ചേക്കാം. ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചു. വിനോദാണ് ചേരുന്നത്. വിനോദ വിശദാംശങ്ങൾ. ഇപ്പം നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘമാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് മരണകാരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ ഈ ചതവുകളുടെ കാര്യവും സൂചിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു വിശദീകരണമായി വന്നത്, പ്രാഥമിക നിഗമനമായി വന്നത് ഈ ചതവുകൾ മരണകാരണമല്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഒരു വിവരം ഒരുപക്ഷെ ഈ ചതവുകൾ ഹൃദ്രോഗം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിരിക്കാം. അത് ഹൃദയാഘാതത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കാം എന്നൊരു സംശയമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും പരിശോധനകളും വേണം എന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. നാളെ VSDP സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ ഇരിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് VSDPയുടെ ആവശ്യം. CBI അന്വേഷണവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. അത് ഈ നടപടിക്രമങ്ങൾ സ്റ്റേഷനിലെ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് അങ്ങനെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. മർദ്ദനവുമായോ അല്ലെങ്കിൽ കസ്റ്റഡി മരണവുമായോ ബന്ധപ്പെട്ടായിരുന്നില്ല അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായിരുന്നാലും വീണ്ടും ഈ കസ്റ്റഡി മരണം വിവാദങ്ങളിലേക്ക് വരികയാണ്. ശരി. ചിന്താവാരികയ്ക്ക് മറുപടിയുമായി നവയുഗം. ചിന്തയിലെ ലേഖനത്തിൽ ഹിമാലയൻ വിഡ്ഢിത്തരങ്ങൾ എന്നാണ് നവയുഗം പറയുന്നത്. ശരിയും തെറ്റും അംഗീകരിക്കാൻ CPM-ന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നും തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുന്നതായി നവയുഗത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. VV അരുണാണ് ചേരുന്നത്. അരുൺ, രൂക്ഷമായ വിമർശനമാണ്. തിരിഞ്ഞുകൊത്തുന്ന നുണകൾ എന്ന ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ തീവ്രത വ്യക്തവുമാണ്. എന്തൊക്കെയാണ് ബാക്കി പറയുന്നത്? CPIക്കെതിരെ ചിന്താവാരിക, CPM-ന്റെ മുഖമാസികയായ ചിന്താവാരിക വിമർശനങ്ങൾക്ക് CPI തങ്ങളുടെ മുഖമാസികയായ നവയുഗത്തിലൂടെ മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണ് CPM-നും EMS ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കുമെതിരെ നവയുഗം ഉയർത്തിയിട്ടുള്ളത്.
ചിന്തയുടെ ലേഖനത്തിൽ ഹിമാലയൻ വിഡിത്തങ്ങളാണ് പറയുന്നതെന്ന് നവയുഗം വിമർശിക്കുന്നു. ശരിയും തെറ്റും അംഗീകരിക്കാൻ CPM ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുകയാണ് ലേഖനത്തിൽ ചിന്ത ചെയ്തതെന്നും നവയുഗം കുറ്റപ്പെടുത്തുന്നു. EMSനും രൂക്ഷ വിമർശനമുണ്ട്. പിളർപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലതും ശരിയായിരുന്നില്ല. നക്സൽബാരി പ്രസ്ഥാനം ഉടലെടുത്തതിന്റെ ഉത്തരവാദിത്വം CPMനാണെന്ന് നവയുഗം കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ CPM സ്വയം വിമർശനം നടത്തണം. യുവാക്കൾക്ക് സായുധ വിപ്ലവ മോഹം നൽകിയത് CPM ആണെന്നും നവയുഗത്തിലൂടെ CPI ആരോപിക്കുന്നു. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ജയിലിലായില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ്. അറസ്റ്റായവരുടെ കൂട്ടത്തിൽ J. ചിത്തരഞ്ജനും ഉണ്ണിരാജയും അടക്കം കേരളത്തിലെ 18 CPI നേതാക്കളുണ്ടായിരുന്നു. ഇവരെ ആരാണ് ജയിലിലടച്ചത് എന്ന് നവയുഗം ചോദിക്കുന്നു. കൂട്ടത്തിലുള്ളവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ചത് EMS ആണെന്നും നവയുഗം ലേഖനത്തിലൂടെ കുറ്റപ്പെടുത്തുന്നു. വിവരനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് തരൂരിലെ BJP പ്രവർത്തകന്റെ മരണത്തിൽ ഒരാൾ കൂടി കീഴടങ്ങി. പഴംപാലക്കോട് സ്വദേശി മിഥുനാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, വിശദാംശങ്ങൾ. ഗോപി, ഇന്നലെ രാത്രിയാണ് അരുൺകുമാർ കൊലപാതക കേസിൽ ഏഴാമത്തെ ആൾ പോലീസിൽ കീഴടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം DYFI തരൂർ മേഖലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 2-ാം തീയതി മാർച്ച് 2-നായിരുന്നു പഴംപാലക്കോട് അവിടെ ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷമുണ്ടാകുകയും അരുൺകുമാറിനെ കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ 6 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. എന്നാൽ ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു. ഇന്നലെയാണ് പോലീസിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, CPM ആണ് ഇതിന് പിന്നിൽ എന്നതാണ് BJPയുടെ പ്രധാന ആരോപണം. എന്നാൽ പോലീസ് പറയുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്നത് സംബന്ധിച്ച് തെളിവുകളോ സൂചനകളോ ലഭിച്ചിട്ടില്ല. ഇത് ആ സമയത്ത് ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷമാണ്. ആ സംഘർഷമാണ് ഈ തർക്കത്തിലേക്കും പിന്നീട് കത്തിക്കുത്തിലേക്കുമായി മാറിയത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി. പോക്സോ കേസിൽ കൊച്ചി നമ്പർ 18 ഹോട്ടലുടമ റോയ് വയലാറ്റിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2-ാം പ്രതി സൈജുവിനെ ഇന്ന് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സൈജുവിന്റെ അറസ്റ്റ് ചെയ്ത ശേഷം 3-ാം പ്രതി അഞ്ജലി റീമാദേവിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പോക്സോ കേസിൽ പിടിയിലായ റോയ് വയലാറ്റിനെ ഇന്നലെ നമ്പർ 18 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റോയിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയുന്ന സൈജു തങ്കച്ചനെ സംബന്ധിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. കീഴടങ്ങിയില്ലെങ്കിൽ സൈജുവിന്റെ അറസ്റ്റും ഇന്നുണ്ടാകും. സൈജുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം കേസിലെ 3-ാം പ്രതി അഞ്ജലി റീമാദേവിനെ ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റോയി വയലാട്ടും സൈജു തങ്കച്ചനും നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാവും അഞ്ജലിയെ ചോദ്യം ചെയ്യുക. കേസിൽ അഞ്ജലിക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെയും ഇവരുടെ മകളെയും ഹോട്ടലിൽ വെച്ച് റോയി വയലാട്ടിൽ കടന്നുപിടിച്ചു എന്നാണ് പരാതി. സൈജു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി. അഞ്ജലി റീമാദേവ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി ആരോപണമുന്നയിച്ചിരുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ മാധ്യമവിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി എതിർത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പ്രോസിക്യൂഷൻ വാദം. മറുപടി സമർപ്പിക്കുന്നതിന് ദിലീപ് സാവകാശം തേടിയതിനെ തുടർന്നാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. മാധ്യമവിചാരണ നടത്തി തനിക്കെതിരെ ജനവികാരമുണ്ടാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു എന്നാണ് ദിലീപ് ഹർജിയിൽ പറയുന്നത്. കേസിലെ വിചാരണ അട്ടിമറിക്കാനാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ശ്രമിക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. സഭാ തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നാരോപിച്ചുള്ള കോടതിയലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മലങ്കര സഭയിലെ പള്ളികൾ ഭരിക്കേണ്ടത് 1934 സഭാ ഭരണഘടന അനുസരിച്ചാണെന്നായിരുന്നു ജൂലൈ മുതൽ സുപ്രീംകോടതി വിധി. ഇത് നടപ്പാക്കുന്നതിൽ ഭരണകൂടം വീഴ്ച വരുത്തിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. സംസ്ഥാനത്ത് 1.5 വർഷത്തിന് ശേഷം കോവിഡ് കേസുകൾ 1000-ന് താഴെയെത്തി. ഇന്നലെ 885 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2020 ഓഗസ്റ്റ് 3-നാണ് മുൻപ് അവസാനമായി പ്രതിദിന രോഗികൾ 1000-ൽ താഴെ എത്തിയത്. രോഗവ്യാപനം കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 19 മാസത്തിന് ശേഷമാണ് കോവിഡ് രോഗികളുടെ എണ്ണം 3 അക്കത്തിലേക്ക് താഴുന്നത്. 2020 ഓഗസ്റ്റ് 3-ന് 962 പേർക്കായിരുന്നു രോഗബാധ. തുടർന്നുള്ള ദിവസങ്ങളിൽ 2-ാം തരംഗമുണ്ടായി. അത് ക്രമേണ വർദ്ധിച്ച് കഴിഞ്ഞ വർഷം മെയ് 12-ന് 43,523 കേസുകൾ വരെ ഉയർന്നു. 2021 ഡിസംബർ 27-ന് രോഗികളുടെ എണ്ണം 1636-ലേക്കെത്തി. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് പിന്നാലെ ജനിതക വകഭേദമായ ഒമിക്രോൺ കൂടി വന്നതോടെ വളരെ പെട്ടെന്ന് കേസുകൾ വീണ്ടും വർദ്ധിച്ചു. ഇതോടെ ജനുവരിയിൽ തന്നെ 3-ാം തരംഗവും ആരംഭിച്ചു. കഴിഞ്ഞ ജനുവരി 25-ന് 55,475 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന കോവിഡ് കണക്കുകളിൽ ഇതായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സംഖ്യ. ഇപ്പോൾ വീണ്ടും കേസുകൾ കുറഞ്ഞെങ്കിലും ശ്രദ്ധക്കുറവ് പാടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം.
1.5 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 1000-ൽ താഴെ എത്തുന്നത്. കേസുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും കോവിഡ് ഭീഷണിയിൽ നിന്ന് ഇനിയും നാം മുക്തരായിട്ടില്ല. അതുകൊണ്ട് ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. മാസ്ക് മാറ്റാറായിട്ടില്ലെന്നും കുറച്ചുനാൾ കൂടി ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംയുക്ത കിസാൻ മോർച്ച ഇന്ന് യോഗം ചേരും. ഡൽഹി ഗാന്ധി പീസ് ഫൗണ്ടേഷനിൽ വെച്ചാണ് യോഗം. പഞ്ചാബ് UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫലം അവലോകനം ചെയ്യും. ഡൽഹി അതിർത്തികളിലെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ തുടർ സമരങ്ങൾ സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. ഏതു പാർട്ടി ഭരിച്ചാലും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ പ്രക്ഷോഭം തുടരുമെന്ന് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവത് മാൻ ഇന്ന് MP സ്ഥാനം രാജിവെക്കും. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മണിപ്പൂരിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. ചരിത്ര വിജയം നേടിയ പഞ്ചാബിൽ AAP സർക്കാർ ചുമതലയേൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭഗവത് മാൻ MP സ്ഥാനം രാജിവെക്കുന്നത്. പഞ്ചാബിലെ സാങ്കൂർ മണ്ഡലത്തെ 2014 മുതൽ ഭഗവത് മാൻ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ദുരി നിയമസഭാ മണ്ഡലത്തിൽ 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മാൻ വിജയിച്ചത്. ബുധനാഴ്ചയാണ് ഭഗവത് മാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. മറ്റു 16 മന്ത്രിമാർ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. അതേസമയം മണിപ്പൂരിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. നിലവിലെ നിയമസഭയുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണിത്. ഗോവയിൽ നാളെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശ് അടക്കം BJP വിജയിച്ച 4 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. ഡൽഹിയിലെത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുമായി മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ചർച്ച ചെയ്തു. ന്യൂസ് 18 ഡൽഹി. സമാധാനമകലെ. ഉക്രൈനിലെ സൈനിക നീക്കത്തിൽ റഷ്യ ചൈനയുടെ സഹായം തേടിയെന്ന് അമേരിക്ക. ഡ്രോൺ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തേടിയെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ചൈനയോ റഷ്യയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം നാറ്റോയ്ക്ക് മുന്നിൽ വ്യോമപാത നിരോധനം എന്ന ആവശ്യം ഉന്നയിച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും രംഗത്തെത്തി. നാറ്റോ രാജ്യങ്ങൾക്ക് നേരെയും റഷ്യൻ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. യുദ്ധം തുടരവേ ഇന്നും റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തും. സരുണേ ജോസാണ് ചേരുന്നത്. സരുൺ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ്? ഗോപി, യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം ഇന്ന് 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ആരോപണമാണ് ഏറ്റവും പുതിയതായി വന്ന റിപ്പോർട്ട്. അതായത് ഈ യുക്രൈനിലെ സൈനിക നീക്കത്തിൽ റഷ്യ ചൈനയുടെ സഹായം തേടിയെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. വൈറ്റ് ഹൌസ് വൃത്തങ്ങളാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചൈനയോട് റഷ്യ സഹായം തേടി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. പക്ഷേ ചൈനയോ റഷ്യയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ചൈനീസ് സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണവുമായി അമേരിക്ക രംഗത്ത് വരുന്നത്. നേരത്തെ ഈ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ചൈനീസ് നിലപാട്, അതായത് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. റഷ്യയുമായി പാറ പോലെ ഉറച്ച ബന്ധമാണ് ചൈനയ്ക്കുള്ളതെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. അതുപോലെ തന്നെ ഈ വോട്ടെടുപ്പിൽ നിന്നും ഐക്യരാഷ്ട്ര സംഘടനയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്നൊക്കെ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു ചൈന സ്വീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള അമേരിക്കയുടെ പ്രതികരണം. ഇത് ചൈന നിഷേധിച്ചാലോ അല്ലെങ്കിൽ അംഗീകരിച്ചാലോ അത് വലിയ മറ്റ് വിവാദങ്ങൾക്ക് ഇടവരുത്തും. ഈ രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ നാറ്റോയോട് വീണ്ടും യുക്രൈന്റെ ആകാശത്ത് വ്യോമ നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി സെലൻസ്കി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പോളണ്ടിനോട് 25 കിലോമീറ്റർ അകലെ റഷ്യയുടെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഈ നാറ്റോ രാജ്യങ്ങളിൽ റഷ്യയുടെ ആക്രമണം ഉടനുണ്ടാകും, അല്ലെങ്കിൽ അത് കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് സെലൻസ്കി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, തുടർച്ചയായ 18ാം ദിവസവും ഇപ്പോൾ റഷ്യയുടെ ആക്രമണം യുക്രൈനിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം മെലിറ്റോപോളിലെ മേയറെ തട്ടിക്കൊണ്ട് പോയതായി യുക്രൈൻ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഡിനിപ്രോ പ്രവിശ്യയിലെ മേയറെയും
റഷ്യൻ സൈനികർ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഗോപി, ശരി. നിയമസഭാ നടപടികൾ തത്സമയം. പിന്നെ ഇവിടെ പാലക്കാട് അദ്ദേഹത്തിന്റെ ജില്ലയിൽ തന്നെ കഞ്ചിക്കോറുള്ള കിൻഫ്ര ഇന്റഗ്രേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്സ്റ്റൈൽ പാർക്കിൽ 650 കിടക്കോട് കൂടിയ ഹോസ്റ്റൽ സമുച്ചയ നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിൽ 520 ബെഡുകളോട് കൂടിയ ഹോസ്റ്റൽ സമുച്ചയവും എറണാകുളത്തെ കളമശ്ശേരിയിൽ കിൻഫ്ര ഹൈടെക്കിനുള്ളിൽ 534 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റൽ സമുച്ചയം നിർമ്മിക്കുന്ന നടപടികൾ നടന്നുവരികയാണ്. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഈ കുടിയേറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ കേരളത്തിൽ ജോലി ചെയ്ത മുഴുവൻ അതിഥി തൊഴിലാളികളെയും അംഗങ്ങളാക്കുന്നതിന് വകുപ്പ് നടപടി സ്വീകരിക്കുമോ? ഇവരുടെ വാസയിടങ്ങളിൽ ആരോഗ്യകരമായ ജീവിത അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വകുപ്പിന് സാധിക്കുന്നുണ്ടോ? സർ, ഗവൺമെന്റും വകുപ്പും അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ രംഗത്തുള്ള സംരക്ഷണവും തൊഴിൽ രംഗത്തുള്ള സംരക്ഷണവും എല്ലാം നൽകുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷേ എല്ലാ തൊഴിലാളികളും ആ നിലയിൽ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാവരെയും സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാസയിടങ്ങളിൽ തന്നെ ആരോഗ്യകരമായ ജീവിതാന്തരീക്ഷം നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന തൊഴിൽ വകുപ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 2021-22 സാമ്പത്തിക വർഷത്തിൽ അവർക്ക് വേണ്ടി 192 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മെഡിക്കൽ ക്യാമ്പിനായി 44 ലക്ഷം രൂപ തന്നെ ചെലവഴിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിഥി തൊഴിലാളികളെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എല്ലാ നിലയിലും കൊടുക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എം രാജഗോപാലൻ. സർ, ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അന്യരായി കണ്ടിരുന്നവരെ അതിഥികളായി കണ്ടവരാണ് നമ്മൾ. സർ, ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം, അതുപോലെ ഇവിടെ വന്ന് ക്രിമിനലായി മാറുന്ന സ്ഥിതി, ഇപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും ഇപ്പൊ അവരെ ആട്ടിയകറ്റാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല സർ. അതുകൊണ്ട് സാർ ഒറ്റ പോയിന്റ്, അതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളെ മുൻനിർത്തി അവർക്ക് ഒരു നല്ല ബോധവൽക്കരണം നടത്താനും അവരുടെ സാംസ്കാരികോത്സവം പോലെ അവരുടെ ഭാഷയിൽ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് സാംസ്കാരികമായി ശാക്തീകരിക്കാനുള്ള ശ്രമം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമ്മളത് സാർ ആലോചിക്കാം. നമുക്ക് ഇവരെ എല്ലാ കാര്യങ്ങൾക്കും അവര് കിട്ടുന്നില്ല. ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു ജോലിയിലും കഴിഞ്ഞ് ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് അവർ ഏതെങ്കിലും പ്രദേശത്ത് അസംബിൾ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഇപ്പോഴും ഏജന്റുമാരുടെ ഒരു പിടിയിലാണ്. നമ്മൾ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായമായിട്ട് ചെന്ന് കഴിഞ്ഞാലും അവരുടെ അവസാന വാക്കായിട്ട് അവർ കാണുന്നത് ഈ ഏജന്റന്മാരാണ്. എന്ന് മാത്രമല്ല, ഇനിയിപ്പോ നമ്മൾ ഹിന്ദി പഠിപ്പിച്ച് ഹിന്ദി അറിയാവുന്ന, ഹിന്ദിയാണല്ലോ അവർ പൊതുവിൽ ഉപയോഗിക്കുന്ന ഭാഷ, ഹിന്ദി അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം വിട്ട് കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ തന്നെയും അവർ അത്രമാത്രം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിർമ്മാണ മേഖല മുതൽ കേരളത്തിന്റെ എല്ലാ തൊഴിൽ മേഖലയിലും അവരുടെ സാന്നിധ്യവും സഹായവും ഉണ്ടെന്നുള്ള കാര്യമുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് സാംസ്കാരിക രംഗത്തും അതുപോലെ കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും നമ്മുടെ ഗവൺമെന്റ് മറ്റു തൊഴിലാളികൾക്ക് ചെയ്യുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ്. ശ്രീനിജൻ. അതിഥി തൊഴിലാളികളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കർശനമായ നിലപാടെടുക്കാൻ സർക്കാർ തയ്യാറാകും? സാർ, അത് പൊതുവിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നയമാണല്ലോ. തൊഴിലാളികളെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും തൊഴിലെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇന്ന് രാജ്യത്ത് ഇന്ത്യ രാജ്യത്തും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. ആ നിയമങ്ങൾ ഏതെങ്കിലും സ്ഥാപനം ലംഘിക്കുന്നുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ അങ്ങേരെ മണ്ഡലത്തിലുള്ള കീറ്റ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം ലേബർ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് കൈവശമുണ്ട്. അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചത് ആലോചിച്ചിട്ടുണ്ട്. ശ്രീ അനൂപ് ജേക്കബ്. സർ, ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ അതിൻ്റെ അകത്ത് അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ അവിടെ 10 പേരെ കുത്തി താമസിപ്പിക്കും. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലിയ തോതിലാണ്. മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മറ്റ് സാമൂഹിക ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് വളരെ വ്യാപകമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു ചെക്കിങ്ങോ പരിശോധനയോ ഉണ്ടാവുന്നില്ല. അത് ആരോഗ്യവകുപ്പിൽ നിന്നും ഉണ്ടാവുന്നില്ല, ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കർശനമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തുമോ എന്നുള്ളതാണ്. സാർ, ഇടപെടുന്നതിനൊന്നും പ്രയാസമില്ല. അങ്ങേക്കറിയാവുന്ന പോലെ നമ്മളിപ്പോ ഒരു സ്വതന്ത്രമായി താമസിക്കുന്നതിന് വേണ്ടി സ്ഥലവും വീടും എല്ലാം കൊടുത്താൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടും.
അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അങ്ങ് ഇവിടെ എന്നെ ഇപ്പോൾ പരിശോധന ലേബർ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ലേബർ ഡിപ്പാർട്ട്മെന്റ് അതിഥി തൊഴിലാളിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടൽ നടത്തിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ സാധാരണ അങ്ങോട്ട് സൂചിപ്പിച്ചുള്ള കരാറുകാരൻ ഒരു 25 തൊഴിലാളികളെ കൊണ്ടുവരുന്നു, 2 or 3 മുറികളിലേക്ക് ഇവരെ താമസിപ്പിക്കുന്നു. അതെല്ലാം ഇപ്പോഴും കുറേയൊക്കെ നടക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് പരിശോധന കർശനമാക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കാം. ശ്രീ കെ ബാബു. പണ്ട് തോട്ടം തൊഴിൽ മേഖല ഗാണിമാരായിരുന്നു തൊഴിലാളികളെ കൊണ്ടെത്തിച്ചിരുന്നത്. ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊന്നും അതിഥികളായി എത്തുന്നവരെ ഏജന്റന്മാരാണ് അവിടെ കൊണ്ടെത്തിക്കുന്നത്. സാർ, നിലവിലുള്ള തോട്ടം പാട്ടക്കാലാവധി കഴിഞ്ഞ് ഏറ്റെടുത്തതിന്റെ ഭാഗമായി സ്ഥിരം തൊഴിലും ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നെല്ലിയാമ്പതിയിൽ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിഥികളായ തൊഴിലാളികളെ കൊണ്ടുവന്ന് അവർക്ക് താമസിക്കാൻ പറ്റാത്ത അവിടെയുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ തൊഴിലാളികളെ കൊണ്ട് താമസിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: അത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികളുടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയും അവർക്ക് സുനിശ്ചിതമായും വേതനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സാർ, നമുക്ക് ഇവിടെ ഇപ്പോൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു ഏജന്റായി സ്വയം പ്രഖ്യാപിച്ച് തൊഴിലാളികളെ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിച്ച് ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് ശമ്പളം അവർക്ക് കൊടുക്കുന്നത് ചൂഷണം ചെയ്യാനുള്ള അവസരമുണ്ട്. എത്ര രൂപയാണ് ശമ്പളം ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങുന്നു എന്ന് പോലും യഥാർത്ഥത്തിൽ ജോലി ചെയ്ത തൊഴിലാളിക്ക് അറിയാവുന്ന സാഹചര്യമില്ല. അപ്പൊ അതുകൊണ്ട് തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് സംബന്ധിച്ചിടത്തോളം ചില യോഗ്യതകളും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ഒരു ലൈസൻസ് പോലെ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു അധികാരപത്രം പോലെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി ലേബർ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. അതിനകത്തേക്ക് നമുക്ക് ആലോചിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല. സാർ, ഇതിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ആളുകളെ ആര് കൊണ്ടിരുന്നു? അവരാരാണ്? വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം. ഇവിടെ ആർക്ക് വേണേലും കൊണ്ടുവരാം. അവരെ ഗുരുതരമായി ചൂഷണം ചെയ്യുകയാണ്. ഈ ആളുകൾക്ക് വേണ്ടത്ര പണം കൊടുക്കുന്നില്ല, താമസ സൗകര്യമില്ല, അവരെ കഷ്ടപ്പെടുത്തുന്നു, അവരെ മർദ്ദിക്കുന്നു എന്നുള്ള പരാതികൾ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തൊഴിൽ വകുപ്പ് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. ഒന്നിൽ റിക്രൂട്ടിംഗ് ഏജൻസ് ആരാണ്, അവർക്ക് നമുക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിയുമോ, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, അവരുടെ ക്രെഡൻഷ്യൽസ് എന്താണ്, അതുപോലെ ഈ വരുന്ന ആളുകൾ ആരാണ്. ഇവിടെ ഒരാൾ ചോദിച്ച പോലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ഒരു രീതി അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. സർ, അങ്ങ് പറഞ്ഞ കാര്യമാണ് ഞാൻ തൊട്ട് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ 1-2 സംഭവങ്ങൾ കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്നത് വളരെ ഒഴിവാക്കപ്പെടേണ്ട സംഭവമാണ്. നാം എല്ലാവരും അതിനെ അപലപിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിഥി തൊഴിലാളികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ അത്രയും ഒരു വാത്സല്യവും സ്നേഹവും കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങൂടെ സൂചിപ്പിച്ച പോലെ ഇനി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണ ഉണ്ടാവണം. അത് ആരാണെന്ന് സംബന്ധിച്ചോളം ഗവൺമെന്റ് ഒരു ധാരണ ഉണ്ടാവണം. അയാളുടെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അയാൾക്ക് കാര്യങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയിക്കണം, ക്രെഡിബിലിറ്റി എന്താണെന്ന് അറിയിക്കണം. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് പൊതുവിൽ ഒന്ന് ആലോചിച്ച് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ധാരണ എത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം നമ്പർ 93 ശ്രീ തോമസ് കെ തോമസ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. അത് വായിക്കാൻ കുറെ ഉള്ളതുകൊണ്ട് മേശപ്പുറത്ത് വെച്ചാൽ മതി. അതെ, മേശപ്പുറത്ത് 2 കാര്യം. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിൽ കുറെ കാലമായി മണ്ഡലാടിസ്ഥാനത്തിൽ, നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകണമെന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായൊക്കെ വ്യക്തിപരമായും അല്ലാതെയും നടത്തിയ ചർച്ചയിൽ അതിനൊരു രൂപം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഈ പുതുവർഷത്തിന്റെ ജനുവരി 1 പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിനമാണ്. കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീമിന് രൂപം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാ മണ്ഡലത്തിലും
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നീ നിലയിൽ വ്യക്തിപരമായ ചുമതലകൾ നൽകിയിട്ടുണ്ട്. അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും റോഡുകളുടെ കിലോമീറ്റർ വളരെ വ്യത്യാസമാണ്, ചിലത് കൂടുതലും ചിലത് കുറവുമാണ്. അസറ്റുകളിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പരിശോധിക്കാനും യഥാസമയം ഇടപെടാനും ഇപ്പൊ MLA-മാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് പ്രകാരം ഇത് വളരെ ഫലപ്രദമാണ് എന്നാണ് കാണുന്നത്. ബി നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ഉദ്യോഗസ്ഥരിൽ ചിലർ നന്നായി ജോലി ചെയ്യുന്നു, ചിലർ ജോലി ചെയ്യുന്നതിന് ഒഴിവ് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പരിശോധന നടത്തിയപ്പോഴാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാതാ വിഭാഗം, ആ ദേശീയപാതാ വിഭാഗത്തിന്റെ പൊതുവെ കണക്ക് പരിശോധിച്ചാൽ 1782 കിലോമീറ്റർ റോഡുകൾ ഉണ്ടായത് ഇപ്പോൾ വെറും 548 കിലോമീറ്ററായി കുറഞ്ഞു, NHAIക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ ഭാഗമായി. എന്നാൽ ഉദ്യോഗസ്ഥർ 1782 കിലോമീറ്റർ ഉള്ള സമയത്തുള്ള എണ്ണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, 815 പേർ. ഉദ്യോഗസ്ഥർക്ക് അവരുടെ കഴിവുകൾ വിനിയോഗിക്കുവാനുള്ള അവസരമില്ലാത്തൊരു പ്രശ്നം അവിടെ വന്നു. കുറെ ആളുകൾ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കഴിവ് വിനിയോഗിക്കാൻ വേണ്ടി ആ 815 ഉദ്യോഗസ്ഥരിൽ 356 പേരെ മറ്റിടങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച വിവരം കൂടി അറിയിക്കുകയാണ്. ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ മറ്റു വിഭാഗങ്ങളിൽ, കെട്ടിട വിഭാഗം, റോഡ്സ് വിഭാഗം, KRFB ഇതുപോലുള്ള വിഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് എന്നുള്ള പ്രശ്നങ്ങൾ കുറെ കൂടി പരിഹരിക്കാനും ഇടപെടാനും സാധ്യമായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ അറിയിക്കുകയാണ്. പൊതുവെ ഇത് നല്ല നിലയിലുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ശ്രീ തോമസ് കെ തോമസ്. സാർ, പൊതുമരാമത്ത് വകുപ്പിന്റെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം. സാർ, ഈ കഴിഞ്ഞ ദിവസം ആരാധ്യനായ ഹരിപ്പാട് MLA മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവറുകളും ഞാനും ഹരിപ്പാട്ട് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഈ ടീമുമായിട്ട് ബന്ധപ്പെടാനിടയായി. നാളുകളായിട്ട് 6 വർഷമായിട്ട് മുടക്കിക്കിടന്ന ഒരു വർക്ക് ഞങ്ങൾക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും പൊതുമരാമത്ത് മന്ത്രിയെ ഈ വിഷയത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും MLA-മാർക്ക് വിലയുണ്ട്, അവർ വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കും എന്ന് ഒന്ന് വരുത്തി തീർക്കാൻ അങ്ങ് എടുത്ത മുൻകൈ വളരെ പ്രശംസനീയമാണ്. അതുകൊണ്ട് ഇതിൽ എന്നാൽ അവർക്ക് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് ഇത്ര വരെ പോകാനൊക്കത്തുള്ളൂ. ചോദ്യം അതാ സാർ മെയിൻ. കാരണം അവർക്ക് അതൊന്ന് ഒന്ന് വിപുലീകരിച്ചു കൊടുക്കാനായിട്ട് അങ്ങേക്ക് സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായും ഏതൊരു പുതിയ ചുവടുവെപ്പിനും ചില പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതികൾ നമുക്ക് അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന പാഠത്തിൽ നിന്നും നമുക്ക് അത് പരിഹരിച്ചു പോകാം. നേരത്തെ ചില മണ്ഡലങ്ങളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെയും കൂടി കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീമിന്റെ നോഡൽ ഓഫീസർമാരായി നിശ്ചയിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അനുഭവത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരിക്കലും അതിന്റെ ഉപരിതലത്തിലുള്ള ഉദ്യോഗസ്ഥനെ കയറി അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. ഇതൊരു അനുഭവമാണ്. ആ നിലയിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതിന്റെ മുകളിലേക്കും എന്നുള്ള നിലയിൽ മാറ്റിയിട്ടുള്ളത്. ഇനിയും നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതൊരു പാഠമായി ഉൾക്കൊണ്ട് മാറ്റം വരുത്താവുന്നതാണ്. പൊതുവെ ഇത് നമുക്കൊരു കൃത്യമായ സ്ക്രൂട്ടിനിയും കൃത്യമായി മണ്ഡലാടിസ്ഥാനത്തിലുള്ള ചാർട്ട് വെച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്താൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വകുപ്പും പൊതുവെ MLA-മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ചോദ്യം. സാർ, എല്ലാ മാസവും MLA-മാരെ കൂടെ ഉൾപ്പെടുത്തി പ്രത്യേകിച്ചും കളക്ടറേറ്റിൽ ഇതിനൊരു മീറ്റിംഗ് കൂടാനുള്ള സംവിധാനം ഒരുക്കണം. കാരണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഒക്കുന്നുള്ളൂ. അല്ല, പല വർക്കുകളും ഇടയ്ക്ക് നിന്ന് പോകുന്നു, പലതും ചെയ്യുന്നു. പലരും MLA ഞങ്ങൾ അറിയുന്നത് ഈ വർക്ക് നടക്കുന്നുണ്ട് എന്ന് അവർ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അറിയുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഒരു അറിവും MLA-ക്ക് ഉണ്ടാവുകയും അത് വെച്ച് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സാർ, ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് MLA എന്തുകൊണ്ട് അറിയാത്തതെന്ന് എനിക്കറിയില്ല. DICC എന്ന് പറയുന്ന സംവിധാനം, ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി, എല്ലാ മാസവും മീറ്റിംഗ് നടത്താറുണ്ട്. കളക്ടർ ചെയർമാനും എക്സിക്യൂട്ടീവ് റോഡ്സ് കൺവീനറും എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടങ്ങിയ മീറ്റിംഗ് വർഷത്തിൽ 3 തവണ മന്ത്രിയും ചീഫ് എഞ്ചിനീയർമാരും MLA-മാരും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ മണ്ഡലാടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീമിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം MLA-ക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അത് അന്വേഷിച്ച് പരിശോധിക്കാവുന്നതാണ്. ശ്രീ KB ഗണേഷ് കുമാർ. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ കാര്യങ്ങൾ വിലയിരുത്താൻ ഒരു അവസരം തന്ന ഒരു പദ്ധതി തയ്യാറാക്കിയതിന് അങ്ങയെ പ്രത്യേകമായി അനുമതിക്കുകയാണ്. അങ്ങ് പറഞ്ഞ പോലെ ഈ കൊല്ലം ജില്ലയിലും ഇത്തരത്തിലൊരു ജില്ലാതല മീറ്റിംഗ് വിളിച്ചിട്ടില്ല. മിസ്റ്റർ തോമസ് പറഞ്ഞ ശരിയാണ്, അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അതിൻ്റെ ഒരു നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടില്ല. നോട്ടീസ് ലഭിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ പങ്കെടുക്കാം. അന്ന് മിനിസ്റ്റർ വിളിച്ചൊരു യോഗം മാത്രമേ കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളൂ.
അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ 4/3 ഭാഗം റോഡുകളും അവരങ്ങ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഒഴിവ് വന്നാൽ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സ്റ്റാഫുകളെ വിന്യസിക്കുമ്പോൾ എന്റെ ചോദ്യം എന്ന് പറയുന്നത് പത്തനാപുരത്ത് ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം നടക്കുന്ന പത്തനാപുരം ഒരു പുതിയ താലൂക്കാണ്. ആ താലൂക്കിൽ ബിൽഡിംഗ്സിന്റെ ഒരു ഓഫീസ് സ്ഥാപിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. അത് ചെയ്യാൻ കഴിയുമോ എന്നതാണ് എന്റെ ചോദ്യം. സാർ, ഈ രണ്ട് വിഷയം, ഒന്ന് 2 MLA-മാരായി പറയുന്നു, ഒരേ ജില്ലയിലെ 2 MLA-മാർ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം അതേ ഗൗരവത്തിൽ തന്നെ കണ്ട് അവിടെ പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒന്നുകൂടി നമുക്ക് സോറി അപ്പൊ ആലപ്പുഴയിലും കൊല്ലത്തും 2 സ്ഥലത്തും വന്നിട്ടുണ്ട്, പരിശോധിക്കാം. പക്ഷെ പൊതുവെ ഞാൻ തന്നെ പങ്കെടുത്ത യോഗത്തിൽ ബഹുമാനപ്പെട്ട MLA കൊല്ലത്തും ബഹുമാനപ്പെട്ട MLA ആലപ്പുഴയിലും കുട്ടനാട് മണ്ഡലത്തിലും പങ്കെടുത്തിരുന്നു. അപ്പൊ എന്താണ് ബാക്കി സംഭവിച്ചതെന്ന് പരിശോധിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് പരിശോധിക്കാവുന്നതാണ്. പിന്നെ അത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. മന്ത്രി പങ്കെടുക്കുക വർഷത്തിൽ 3 തവണയാണ്. എല്ലാ മാസവും മന്ത്രിക്ക് എല്ലാ ജില്ലയിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. വർഷത്തിൽ 3 തവണ പങ്കെടുക്കാം. അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് യോഗം നടത്താനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും MLA-മാർക്കുണ്ട്. പല MLA-മാരും അത് ചെയ്യുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മണ്ഡലത്തിൽ, പ്രത്യേക പത്തനാപുരം മണ്ഡലത്തിലെ ഈ കെട്ടിട വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, ഇങ്ങനെ ഒരു ടീമിനെ തിരഞ്ഞെടുത്തതിൽ അങ്ങേക്കുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. സാർ, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ പ്രവർത്തികൾക്ക് കോമ്പോസിറ്റ് ടെൻഡർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ടെൻഡർ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.